ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയം 1-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശരണ്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഭഗവാനുള്ള പ്രത്യേകതയാണ് വർണ്ണിക്കുന്നത്. സന്ധി വിച്ഛേദം നോക്കാം. കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മതഃ ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അപി ഈശ്വരഃ ത്വം ത്വയി ഉച്ചൈഃ ആരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാഃ ത്വം ച ആത്മാ രാമഃ ഏവ ഇതി അതുലഗുണഗണാധാര ശൗരേ നമഃ തേ. പരേ മറ്റു ദേവന്മാര് അന്യന്മാര് കാരുണ്യാത് പ്രാർത്ഥിക്കുമ്പോൾ കാരുണ്യം ഹേതുവായിട്ട് അന്യം കാമം ദദതി ഖലു മറ്റ് ആഗ്രഹങ്ങളെ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്, തന്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നുണ്ട്. ത്വം വിശേഷാത് സ്വാത്മതഃ അങ്ങയുടെ പ്രത്യേകത എന്താണ്? അങ്ങ് വിശേഷിച്ചു. സാധാരണ എല്ലാ ദേവന്മാർക്കും കാരുണ്യം ഉണ്ടെങ്കിലും അങ്ങ് കാരുണ്യ കടലാകുന്നു ഭഗവാനെ. ആ കാരുണ്യം കൊണ്ട് അങ്ങ് വിശേഷിച്ചും സ്വാത്മതഃ തൻ്റെ ആത്മാവിനെ തന്നെ ദാനം ചെയ്യും. അതായത് തന്നെ താൻ ബ്രഹ്മസ്വരൂപമാണ്. ആ ബ്രഹ്മത്തെ തന്നെ ബ്രഹ്മത്തോട് ചേർത്ത് നിർത്തുന്നു. അങ്ങനെ തന്നെ ദാനം ചെയ്യും. അതായത് മോക്ഷം നൽകുന്നവനായിരിക്കുന്നു, സായുജ്യം നൽകുന്നവനായിരിക്കുന്നു ഭഗവാൻ. അന്യേ മറ്റു ദേവന്മാര് ഐശ്വര്യാത് ഐശ്വര്യം ഹേതുവായിട്ട് അവരുടെ ഈശ്വരത്വം ഈഷ്ടേ ഇതി ഈശ്വരഃ ഭരിക്കുന്നവർ. അങ്ങനെ അവരുടെ ഐശ്വര്യം നിമിത്തം ജഗതി പരജനേ ഈശതേ ലോകത്തില് മറ്റുള്ളവരുടെ കാര്യത്തില് ഈശ്വരന്മാരായിരിക്കുന്നു. ത്വം സ്വാത്മനഃ അപി അങ്ങ് ആരാണ്? അങ്ങ് തനിക്ക് തന്നെ തൻ്റെ ആത്മാവിനു കൂടിയും അങ്ങ് ഈശ്വരനാണ്. തനിക്ക് പോലും താൻ തന്നെയേ ഈശ്വരനുള്ളൂ, മറ്റു ദേവന്മാരല്ല അങ്ങയെ നിയന്ത്രിക്കുന്നത്. അതാ പറയുന്നത്. സ്ഫീതഭാഗ്യാഃ ചേതനാഃ വർദ്ധിച്ചതായ ഭാഗ്യമുള്ള ജീവജാലങ്ങള് പ്രതിപദ മധുരേ ത്വയി ഓരോ പദത്തിലും പദപദം മധുരം അതായത് മനോഹരനായിരിക്കുന്ന അങ്ങയിൽ ഉച്ചൈഹി ആരമന്തി വളരെ വലുതായിട്ട് രമിച്ചുകൊണ്ടിരിക്കുന്നു. ആകർഷകം കൊണ്ട് അങ്ങയുടെ ആകർഷണം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നു. ആ ദിവ്യ വിഗ്രഹത്തിൽ എല്ലാവരും രമിക്കുന്നു. ത്വംച ആത്മാരാമഃ ഏവ അങ്ങാകട്ടെ ആത്മാരാമനാകുന്നു, തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു. എല്ലാ ജീവജാലങ്ങളും അങ്ങയിൽ രമിക്കുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങയിൽ നിന്ന് പിരിയാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു.
പക്ഷെ അങ്ങ് എവിടെയാണ് രമിക്കുന്നത്? അങ്ങയിൽ തന്നെ, മറ്റൊരാളിലല്ല, മറ്റു വിഷയങ്ങളിലല്ല, മറ്റൊരു ഈശ്വരനില്ല അങ്ങയ്ക്ക്. അങ്ങ് അങ്ങയിൽ തന്നെ രമിക്കുന്നു. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. ആ വടപത്രത്തിൽ ശയിക്കുന്ന ഉണ്ണി തൻ്റെ തന്നെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. എനിക്ക് മറ്റാരെയും ആശ്രയിക്കുവാനില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യട്ടെ, എന്നെ തന്നെയാണ് കേട്ടോ ഞാൻ ആശ്രയിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടല്ലേ എന്ന് ആചാര്യന്മാർ പറയും. നാമും ഈ പാദങ്ങളെയല്ലേ ആശ്രയിക്കേണ്ടത്. അങ്ങ് ആത്മാരാമനാണ്. ഇതി അതുല ഗുണഗണാധാര ശൗരേ തേ നമഃ. ഇപ്രകാരം അതുല്യങ്ങളായ ഗുണഗണങ്ങൾക്ക് ഇരിപ്പിടമായിരിക്കുന്ന ഹേ ശൗരേ, അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് വർണ്ണിക്കുന്നത്. അപ്പോ മറ്റു ദേവന്മാര്, അതായത് ബ്രഹ്മാദി ദേവന്മാര്, അവരുടെ ഈശ്വരത്വം ഉണ്ടെങ്കിലും ആ ഈശ്വരത്വത്തിന് അതിരുണ്ട്. അവർക്ക് ധർമ്മ അർത്ഥ കാമങ്ങൾ മാത്രമേ നൽകുവാൻ ശക്തിയുള്ളൂ എന്ന് ആചാര്യന്മാർ പറയും. എന്നാൽ ഗുരുവായൂരപ്പനാകട്ടെ അതിരില്ല. ഭഗവാൻ അവരെന്ത് അർത്ഥിക്കുന്നു, അങ്ങനെയുള്ള കാമ്യഫലങ്ങൾ കൊടുക്കുന്നതിനൊപ്പം അതിനു പുറമേ അവന് ചിത്തശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അവന് തൻ്റെ ആത്മാവിനെ കൂടി ഭഗവാൻ ദാനം ചെയ്യും. തന്നോട് ചേർത്ത് മോക്ഷപ്രദനാണ് ഭഗവാൻ. അപ്പോ ഭഗവാൻ അവരോടുകൂടി രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബ്രഹ്മാദി ദേവന്മാരെ നിയന്ത്രിക്കുവാൻ ഒരു ഈശ്വരനുണ്ട്. അവർക്ക് ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ടാണ് ഐശ്വര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ ഈശ്വരത്വം എന്ന് പറയുന്നത് അപൂർണമാണത്രേ. പക്ഷെ ഭഗവാൻ ഗുരുവായൂരപ്പന് മേലെ ഈശനായിട്ട് ആരുമില്ല. ഭഗവാൻ തന്നെ ഭഗവാന് ഈശ്വരനായിട്ട് ഉള്ളൂ. ഭഗവാന് മേലെ ആരും തന്നെ ഇല്ല. ഭഗവാനെ തന്നെയാണ് ഈശ്വരനായിട്ട് കരുതിയിരിക്കുന്നത്. അതാണ്. ഇനി ബ്രഹ്മാദി ദേവന്മാർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ശ്രീ ഗുരുവായൂരപ്പനോടാണ് ആശ്രയം അല്ലെങ്കിൽ ആകർഷണമുള്ളത്. ആനന്ദം ഭഗവാനിൽ രമിക്കുമ്പോഴാണ് ഉള്ളത്. പക്ഷേ ഗുരുവായൂരപ്പന് ഈ നിത്യാനന്ദം എന്ന് പറയുന്നത് സ്വതസിദ്ധമായിരിക്കും. ഭഗവാനിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മറ്റു ദേവന്മാരെ കൂടി തൻ്റെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിശേഷണം ഭഗവാനുണ്ട്. അത് തന്നെയാണ് ആ വിശേഷാത്. ഭഗവാൻ തന്നെ തന്നെ ദാനം ചെയ്യുന്ന ഭക്തവത്സലനായ ഭഗവാനാണ് എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങള് ഏവരും ശ്രീമന്നാരായണീയം നന്നായിട്ട് പഠിച്ചവരും ഒരുപക്ഷെ തുടങ്ങുന്നവരും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ശ്ലോകങ്ങളും ആവർത്തിച്ച് ഓരോ വരിയും പാരായണം ചെയ്യുകയും ആവർത്തിച്ച് കേൾക്കുകയും ആവർത്തിച്ച് അതിനെ പാരായണം മനനം ചെയ്യുകയും ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ ആദ്യത്തെ ചിലപ്പോ കുറച്ചൊരു 10 ദശകങ്ങളൊക്കെ ചിലപ്പോ ഒന്ന് പ്രയാസം എന്ന് തോന്നുവോ എനിക്കറിയില്ല. അങ്ങനെ ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ശ്രമിച്ചാൽ മതി. ഓരോ വരിയായിട്ടും നമുക്ക് പഠിക്കാം, ആവർത്തിച്ചു പഠിക്കണം. പിന്നെ ക്ഷമയോടിരിക്കണം. ഒരു 10 ദശകങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും മെല്ലെ മെല്ലെ നമുക്ക് ശ്ലോകങ്ങൾ ഇത്രയും വലുതല്ലാത്ത ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിൽ തന്നെ ഇപ്പൊ 4-ാം ദശകത്തിലൊക്കെ എളുപ്പമാണ്. പക്ഷെ എങ്കിലും പല ക്ലാസ്സുകളിലും എല്ലാ ഭക്തജനങ്ങളും പറയുന്നത് ശ്രീമന്നാരായണീയം പ്രയാസമാണ്, അതുകൊണ്ടാണ് പഠിക്കുവാൻ വരാത്തത് അല്ലെങ്കിൽ പഠിക്കാത്തത് എന്നാണ്. ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയേ വേണ്ട. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശ്രീമന്നാരായണീയം ഈ കലികാലത്ത് ഭഗവാന്റെ നിത്യസാന്നിധ്യമായിരിക്കുന്ന ശ്രീ ഗുരുവായൂരിൽ എന്നല്ല എല്ലായിടത്തും കുട്ടികൾ പോലും പാരായണം ചെയ്യും എന്ന് ഭഗവാന്റെ ആ ശ്രീമദ് നാരായണീയ മാഹാത്മ്യത്തിൽ ഭഗവാൻ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോ അതനുസരിച്ച് നമുക്ക് ചിന്തിച്ചാൽ കുഞ്ഞുങ്ങൾ പോലും പാടി നടക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും ഓരോ ശ്ലോകവും മനനം ചെയ്യുന്നിടത്തോളം നമുക്ക് ചിത്തശുദ്ധി ഉണ്ടായി വരും. നമ്മുടെ കർമ്മദോഷങ്ങൾ അകന്നു പോകും. നമ്മുടെ പ്രാരബ്ധം, വാസനകളാണല്ലോ നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. ആ ക്ഷുദ്രമായിട്ടുള്ള വാസനകൾ ഹൃദയത്തിൽ നിന്ന് അകന്നു പോയാൽ സച്ചിദാനന്ദ സ്വരൂപം തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ഭഗവാന്റെ കൃപ നമുക്കുണ്ടാവട്ടെ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.